വിധിയുടെ മുന്നിൽ തളരാത്ത സർഗശേഷിയുമായി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി സുരേഷ് കാനായി. ചലനശേഷി നഷ്ടപ്പെടുന്ന മസ്കുലാർ ഡിസ്ട്രോഫി ചെറുപ്രായത്തിൽ തന്നെ ബാധിച്ച സുരേഷ് കിടപ്പിലായ അവസ്ഥയിലും തന്റെ കാവ്യാക്ഷരങ്ങൾ കൊണ്ട് സമൂഹത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ്. കിടപ്പിലായ അവസ്ഥയിലും മൊബൈലിൽ ഗാനങ്ങൾ എഴുതി വിസ്മയിപ്പിക്കുകയാണ് ഈ 55-കാരൻ. സുരേഷ് എഴുതുന്ന കവിതകളും നാടൻ പാട്ടുകളും കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളുമെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. തന്റെ സഹോദരിയുടെ പരിചരണത്തിൽ കഴിയുന്ന ഇദ്ദേഹത്തിന് വിനോദത്തിനും വിജ്ഞാനത്തിനും കൂട്ടായി റേഡിയോയും മൊബൈൽ ഫോണും മാത്രം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലും തന്റെ സർഗശേഷിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഫോണിൽ എഴുതി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഗാനങ്ങളാണ് വെളിച്ചം കാണുന്നത്. സർഗാത്മകത പിറവിയെടുക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. അതിനെ തടഞ്ഞു നിർത്താൻ വിധിവിലക്കുകൾക്കാവില്ല എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ മനുഷ്യൻ. നല്ല വാർത്തയോട് തന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സുരേഷ് കാനായി. നമസ്കാരം, ഞാൻ സുരേഷ്. വളരെ ചെറിയ പ്രായത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസുഖം ബാധിച്ച് കിടപ്പിലായിട്ട്. അസുഖം ബാധിച്ചതിനാൽ സ്കൂൾ പഠനം നടന്നിരുന്നില്ല. അതിനാൽ അക്ഷരം വായിക്കാനോ എഴുതാനോ സാധിച്ചിരുന്നില്ല. കുറച്ച് പ്രായം ചെന്നതിന് ശേഷമാണ് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ആദ്യം വായിക്കാൻ തുടങ്ങി, പിന്നീട് ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി. പിന്നീട് ഇപ്പോൾ പാട്ട്, കവിത, കച്ചേരിയിൽ പാടുന്ന കൃതികളടക്കം എഴുതി അത് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. മൂകാംബികയിലും ഗുരുവായൂരും എല്ലാം കച്ചേരിയിൽ ഞാൻ എഴുതിയത് പാടിയിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടി. വളരെ സന്തോഷമാണ് അങ്ങനെ കിട്ടിയതിൽ. ഇങ്ങനെ എഴുതാൻ എന്നെ തോന്നിപ്പിച്ചത് ആകാശവാണി തന്നെയാണ്. ആകാശവാണിയിലൂടെ കേട്ട പാട്ടുകളും കവിതകളുമാണ് എനിക്ക് ഇതിന് പ്രചോദനമായത്.